ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കൂൺ കൃഷി എങ്ങനെ ചെയ്യുന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് ഓൺലൈൻ വഴി വാങ്ങിയ കൂൺ വിത്താണ്. കൂൺ വിത്ത് 2 കിലോ പല്ലറ്റ്, പിന്നെ അതിൻ്റെ ഒപ്പം 2 റിങ് ഉണ്ടാവും, 300 ഗ്രാം കൂൺ വിത്ത് ഉണ്ടാവും, പിന്നെ 2 കവറ്, PP കവർ 2 പിന്നെ റബ്ബർ ബാൻഡ്. അപ്പോൾ ഇത് ഓൺലൈൻ വഴി വാങ്ങിയതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇതേപോലെ ചെയ്യാനായിട്ട്. ആദ്യം നമ്മളിത് പെല്ലറ്റ് 1 കിലോ ആക്കി സെപ്പറേറ്റ് ആക്കണം. എന്നിട്ട് വെള്ളം ചൂടാക്കിയിട്ട്, ഇപ്പോൾ ഇന്ന് ചെയ്യുകയാണെങ്കിൽ വെള്ളം ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ഈ 1 കിലോ പല്ലറ്റിലേക്ക് 1.5 ലിറ്റർ വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ച് വെക്കാം. അത് നിങ്ങൾ കവറിലാക്കിയിട്ട് വെച്ചാലും മതി. കവറിൽ 1 കിലോ പല്ലറ്റ് വെക്കാനിട്ട് അതിൽ 1.5 ലിറ്റർ ചൂടുവെള്ളം ഒഴിച്ചിട്ട്, ഇപ്പം ഇന്ന് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എടുത്ത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് പൊടിച്ച് ഇതേപോലെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് നമ്മുടെ ഒന്ന് സാനിറ്റൈസ് അല്ലെങ്കിൽ ഡെറ്റോള് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൈ നന്നായിട്ട് കഴുകി, ഇതിൽ യൂസ് ചെയ്യണമെല്ലാം നന്നായിട്ട് കഴുകി വേണം നമുക്ക് ഉപയോഗിക്കാൻ. ഇപ്പം പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ കത്രിക അല്ലെങ്കിൽ വേറെ സൂചി ആയാലും എന്തുപയോഗിച്ചാലും അത് ഒന്ന് വൃത്തിയായിട്ട് കഴുകണം. എന്നിട്ട് വേണം നമുക്കിതൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഫംഗസ് വല്ലതും വരാൻ ചാൻസ് ഉണ്ടാവും. ഇതേപോലെ പ്രസ് ചെയ്തിട്ട് സൈഡിലേക്ക് കൂൺ വിത്ത് ഇട്ട് കൊടുക്കണം. കൂൺ വിത്ത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ, മിക്സ് ചെയ്യണം. പൊടിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല കട്ടക്കരിക്കും ഉണ്ടാവുന്നത് നമുക്ക് കിട്ടുമ്പോൾ. അപ്പം അതൊന്ന് എല്ലാം ഒരു തരിയാക്കി എടുക്കണം. എന്നുവെച്ചാൽ പൊടിയാക്കാനല്ല, അതിപ്പോൾ ഒരേ ഗോതമ്പ് പോലെ ഒരേ തരികളാണ് ആ സംഭവം. അത് നമ്മൾ പൊടിച്ച് ഇതേപോലെ സൈഡിലിട്ട് കൊടുക്കണം. ഇതിപ്പോൾ 1 കിലോ പെല്ലറ്റ് ആണ്, നമുക്ക് 2 കിലോ ആണ് അവരയച്ച് തരുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് 1 കിലോ ആക്കണം. അപ്പോൾ 1 കിലോ പെല്ലറ്റിന് 1.5 ലിറ്റർ വെള്ളം അത് ചൂടാക്കിയിട്ട് നന്നായിട്ട് തിളച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഇതുപോലെ പെല്ലറ്റ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഹോളിട്ട് കൊടുക്കണം. ഇതിന് നിറയെ ഇതിന് ഹോളിട്ട് കൊടുക്കുക, പിന്ന് വെച്ചിട്ട് ഹോളിട്ട് കൊടുത്ത് നമ്മളൊരു ഹോളുള്ളൊരു ബാസ്ക്കറ്റിൽ ഇത് ഇറക്കി വെച്ച് ഒരു 5 ദിവസം 6 ദിവസം ഇത് ഇരുട്ട് റൂമിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെൽഫ് ഉപയോഗിക്കാത്ത ഷെൽഫ് ഉണ്ടെങ്കിൽ അതിൽ വെക്കാം. കിച്ചണിലും ബെഡ്റൂമിലും വെക്കാൻ പാടില്ല. അപ്പം ഇത് ഇരുട്ട് റൂമിൽ വെച്ചിട്ട് ഈ വിത്ത് പെല്ലറ്റ് ഫുള്ള്, ഈ കവർ ഫുള്ളായിട്ട് വൈറ്റ് ആവും. വൈറ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് ചെറിയൊരു ഹോള് കൊടുത്ത് പിന്നെ നമുക്ക് ഉറിയിൽ കെട്ടിയിടാം. നമുക്ക് ഒരു റിങ് തരും, ആ റിങ്ങിൽ തൂക്കിയിടാം. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ 28 ഡിഗ്രി ടെമ്പറേച്ചർ, അതിൽ കൂടാൻ പാടില്ല. അതിൽ താഴെയാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ ഹ്യൂമിഡിറ്റി 80-ന് മേലെ വേണം. അങ്ങനെയുള്ളൊരു റൂമിൽ വേണം ഇത് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാൻ. ഇപ്പം നമുക്ക് ട്രയൽ അടിക്കാൻ തൽക്കാലം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. വേണ്ട, ഇതേപോലെ നിറയെ ഹോളിട്ട് കൊടുക്കണം. എല്ലായിടത്തും നന്നായിട്ട് ഹോളിട്ട് കൊടുക്കണം, കാരണം ഇതിൽ എയറേഷൻ കിട്ടണം. അപ്പോൾ ഈ ഒരു 5 ദിവസം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. 5 ദിവസം കഴിഞ്ഞ് ഈ കവർ ഫുള്ള് വൈറ്റ് കളറാവും. അപ്പോഴാണ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളം കൂടാനും പാടില്ല. ഇതൊരു ഫോഗ് ടൈപ്പ് വരുന്ന പോലത്തെ സ്പ്രെയർ വേണം. എന്നിട്ട് വേണം ചെയ്യാൻ. ഇതേപോലെ നിറയെ ഹോളിട്ട് കൊടുക്കണം. ഒരു 5 ദിവസം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ ഒരു 2 ദിവസം കൂടി പിന്നെയും നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിൽ ഫുള്ള് വൈറ്റ് വന്നതിന് ശേഷമേ നമുക്ക്
ഇരുട്ട് റൂമിൽ നിന്ന് പുറത്തെടുത്ത് പിന്നെ ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു റിങ് തന്നിട്ടുണ്ട് അവർ, അതുപോലെ അതിൽ തൂക്കിയിട്ടിട്ട് വേണം പിന്നെ ചെയ്യാൻ. നമുക്കൊരു 5 മാസം 6 മാസം വരെ ഇതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് മുള വന്നതിന് ശേഷമുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ചിലപ്പോൾ ഷോർട്സ് വീഡിയോ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇതുപോലെ കണ്ട ഒന്ന് പ്രസ് ചെയ്ത് അതൊക്കെ പൊടിച്ചൊന്നെടുക്കണം. കട്ട പിടിച്ചുണ്ടാവും. അപ്പോൾ കട്ടിയുള്ളതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണം വിത്ത് സൈഡിലേക്ക് ഇടാൻ. നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഞാൻ ഇന്നലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചാണത്. അപ്പോൾ ഇന്ന് ചൂടാറി. അപ്പോൾ വിത്ത് ഇനി സൈഡിലേക്ക് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡ് വെച്ച് നന്നായിട്ട് കെട്ടി ഒരു സൂചി വെച്ചിട്ട് നിറയെ ഹോളിട്ട് കൊടുക്കണം. നിറയെ ഹോളിട്ട് കൊടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ഒരു ഹോളുള്ള ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിലിറക്കി വെച്ചിട്ട് നല്ല ഡാർക്ക് കളറുള്ള തുണി വെച്ച് മൂടി, അല്ലെങ്കിൽ ബ്ലാക്ക് കളറുള്ള തുണി എടുത്ത് മൂടി ഒരാഴ്ച വെച്ചാലും മതി. അപ്പോൾ ഇത് ഫുള്ള് വൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ട്രയലാണ്. അപ്പം ഞാൻ സക്സസ് ആവില്ല എന്ന് അറിയാൻ ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, ബാക്കിയുള്ളത് ഫുള്ള് ഇതിലിട്ട് കൊടുക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.